തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാം ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകും. വകുപ്പിന്റെ നവീകരിച്ച വെബ്സൈറ്റ് ഉദ്ഘാടനവും അഴിമതി സംബന്ധിച്ച പരാതികൾ അറിയിക്കാനുള്ള വാട്സ്ആപ്പ് നമ്പറിന്റെ പ്രഖ്യാപനവും മന്ത്രി എം.വി. രാജേഷ് നിർവഹിച്ചു. സുതാര്യത ഉറപ്പാക്കി അഴിമതി ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് സംവിധാനമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്താദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായി ഓൺലൈനാക്കി മാറ്റുന്ന സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. ഏപ്രിൽ 10 മുതൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ത്രിതല പഞ്ചായത്തുകളിലും സോഫ്റ്റ്വെയർ വിന്യസിക്കും. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും നേരിട്ട് പോകാതെ ഓൺലൈനായി ലോകത്തെവിടെ നിന്നും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആധുനികവൽക്കരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്പർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 8078066060. കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനങ്ങളിലും സേവനങ്ങൾ ന്യായമായി ലഭിക്കേണ്ട സേവനങ്ങൾക്ക് ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാൽ, അത് പണമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ കൈക്കൂലി ചോദിച്ചാൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതെ, തെളിവോടുകൂടി മെസ്സേജ് അയക്കാം. തെളിവോടുകൂടി വേണം. ഉടൻ നടപടി അക്കാര്യത്തിലുണ്ടാവും. വകുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് അഴിമതി റിപ്പോർട്ട് ചെയ്യാനുള്ള പൊതു വാട്സ്ആപ്പ് നമ്പർ നടപ്പിലാക്കിയത്. പൊതു വാട്സ്ആപ്പ് നമ്പറിലൂടെ ലഭിക്കുന്ന പരാതികൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന തലത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രത്യേക സെൽ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം കേന്ദ്രീകരിച്ച് ഇതിനായി പ്രത്യേക സെല്ലും പ്രവർത്തിക്കും. ലഭിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനും പ്രത്യേക മോണിറ്ററിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.